നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പഴമാണ് ചക്ക. ചക്കയും പ്രമേഹവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതായത് പ്രമേഹത്തെ ചക്കയും ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ചിന്തകൾ പോവുക. ഒന്ന് പഴുത്ത ചക്ക എന്ന് പറയുന്നത് പ്രമേഹം വളരെയധികം കൂട്ടാൻ സാധ്യതയുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ പച്ചച്ചക്ക എന്ന് പറയുന്നത് പലപ്പോഴും പ്രമേഹത്തിന് പ്രൊട്ടക്റ്റീവാണ്, കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ടാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കാം. പഴുത്ത ചക്ക അല്ലെങ്കിൽ ചക്ക ചുളകളായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അപ്പം ഷുഗറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൂട്ടാനും ഷുഗർ പെട്ടെന്ന് ഉയർത്തുവാനും സാധിക്കുന്ന ഒരു പഴം തന്നെയാണ് പഴുത്ത ചക്ക. അപ്പം അത്തരം ഫലങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈറ്റ് ഇൻ മോഡറേഷൻ എന്ന തത്വമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് അളവ് കുറച്ച് കഴിക്കുക. അതായത് ഒരു 75 ഗ്രാമിലേക്ക് അര കപ്പിലേക്കൊക്കെ ചുരുക്കിയിട്ട് ചക്ക കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലൊരു 15 ഗ്രാമോളം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. നേരെ മറിച്ച് കേരളത്തിലെ ആളുകൾ സാധാരണയായിട്ട് പച്ചച്ചക്ക കഴിക്കുന്നത് ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ചക്ക ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ചക്കേൻ്റെ പുഴുക്കായിട്ടോ അല്ലെങ്കിൽ ചക്കക്കുരുകളൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റാണ് ചക്കയുടെ ഫ്ലോർ, അതായത് ചക്കയുടെ മാവ് ആയിട്ട് കിട്ടുക എന്നുള്ളത്. അത് ചില പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് ഷുഗറിനെ പ്രൊട്ടക്റ്റീവാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് പല കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റും വരുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നോക്കാം. അപ്പം ചക്കയുടെ മാവ് ഷുഗറിന് നല്ലതാണ് എന്ന് പറയുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്ന് പറയുന്നത് ചക്കയുടെ മാവിൽ ഒരുപാട് മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻസും അതുപോലെ അതിൽ കൂടുതൽ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ ഗ്ലൈസിമിക് വേരിയബിലിറ്റി, അതായത് ഷുഗറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത്തരം ഫുഡുകൾക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ള ഒരു പ്രധാന പഠനത്തിൽ 40-ൽ താഴെയുള്ള ആളുകളിൽ മാത്രമായിട്ട് നടന്നിട്ടുള്ള പഠനങ്ങളാണ് ഇന്ന് നിലവിലായിട്ടുള്ളത്. ആ പഠനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 30 ഗ്രാമോളം ചക്കപ്പൊടി രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മുടെ യൂഷ്വലുള്ള ഡയറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അതായത് രാവിലെയും വൈകുന്നേരം കഴിക്കുന്ന അരിയാഹാരത്തിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് വേരിയബിലിറ്റി, അതായത് ഷുഗറിലുണ്ടാകുന്ന വ്യതിയാനം കുറയുമെന്നാണ് അത്തരം പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രേക്ഷകർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും നമ്മൾ ഓൾറെഡി കഴിക്കുന്ന ഫുഡിന് അഡീഷൻ ആയിട്ടല്ല, ഓൾറെഡി കഴിക്കുന്ന അരിയാഹാരങ്ങൾക്ക് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആഹാരങ്ങൾക്ക് പകരമായി ബദലായി ഈ ചക്ക കൊണ്ടുണ്ടാക്കിയ അത് കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് വേരിയബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പം ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ടുള്ള കാര്യം, ചക്ക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ട്രൈ ടു ഈറ്റ് ഇൻ മോഡറേഷൻ. അതായത് കൂടുതലായിട്ട് കഴിച്ചിട്ട് ഷുഗർ ഒരുപാട് കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിക്കുന്നതിന് പുറത്തായിട്ട് കൂടുതൽ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ ചക്കപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത്തരം പഠനങ്ങൾ നടന്നിരിക്കുന്നത് 40-ൽ ആളുകളിൽ കുറവുള്ള സ്റ്റഡികളായതുകൊണ്ട് തന്നെ അത് വലിയ പഠനങ്ങളല്ല. അപ്പോൾ നമുക്ക് ചക്കപ്പൊടി കഴിച്ചതുകൊണ്ട് ഷുഗർ കുറയുമെന്നുള്ള രീതിയിൽ 100%-ലൊന്നും പേഷ്യൻസിനോട് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പഠനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പിന്നെ ഏതാനും ചില ആനിമൽ സ്റ്റഡീസ് അല്ലെങ്കിൽ മൃഗങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന പഠനങ്ങളിൽ പറയുന്നത് ചക്കക്കുരുവൊക്കെ കഴിക്കുന്ന സമയത്ത് ഗ്ലൈസിമിക് വേരിയബിലിറ്റി കുറയും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഓൾറെഡി എക്സസ് ചെയ്യുന്ന ഡയറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. Stay healthy. Follow for more.